കോമ്പാക്ഷൻ ഓഫ് സോയിലാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് കോമ്പാക്ഷൻ എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്ത് സോയിലിനെ ഡെൻസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്ത് സോയിലിനെ ഡെൻസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ സോയിൽ ഗ്രെയിൻസ് ക്ലോസ്ലി പാക്ക് ആവുന്നു, അതായത് റീഅറേഞ്ച് ചെയ്തത് ക്ലോസ്ലി പാക്ക് ആകുമ്പോൾ അവിടുത്തെ വോളിയം ഓഫ് എയർ വോയിഡ്സ് അവിടെ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സോ എയർ വോയിഡ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡെൻസിറ്റി, അതായത് സോയിലിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതാണ് കോമ്പാക്ഷനിൽ നടക്കുന്നത്. കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനയാണ്. അതായത് സോയിലിൽ ലോഡ് കൊടുക്കുമ്പോൾ അവിടുത്തെ എയർ എല്ലാം എക്സ്പെൽ ആയിട്ട് വോളിയം റിഡക്ഷൻ സംഭവിക്കും. എന്നിട്ട് അവിടെ ഡെൻസിറ്റി കൂടും. അതാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. കോമ്പാക്റ്റഡ് സോയിലിലെ ബിയറിംഗ് കപ്പാസിറ്റി ഹൈ ആയിരിക്കും, അതായത് ഹൈ ബിയറിംഗ് കപ്പാസിറ്റി ആയിരിക്കും. സീപ്പേജ് ഓഫ് ഫ്ലോ ലെസ് ആയിരിക്കും, വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ സീപ്പേജ് കാണില്ല. ബെറ്റർ സ്റ്റെബിലിറ്റി ആയിരിക്കും. കോമ്പാക്ട് ചെയ്ത സോയിലിൽ എപ്പോഴും ബെറ്റർ സ്റ്റെബിലിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അവിടെ സെറ്റിൽമെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സെറ്റിൽമെൻറ്റ് ആയിരിക്കും. റെഡ്യൂസ് വോളിയം ചേഞ്ച് ഡ്യൂ ടു സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കേജ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് കോമ്പാക്ഷൻ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1+E ആണ്. കോമ്പാക്റ്റഡ് സോയിലിൽ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും, അതുപോലെ വോയിഡ് റേഷ്യോ അവിടെ കുറവായിരിക്കും. ലബോറട്ടറിയിൽ കോമ്പാക്ഷൻ ചെയ്യുന്നത് രണ്ട് പ്രോസസ്സാണുള്ളത്. സ്റ്റാൻഡേർഡ് പ്രോക്ടർ മെത്തേഡും മോഡിഫൈഡ് പ്രോക്ടർ മെത്തേഡും. അതുപോലെ ഫീൽഡിൽ ചെയ്യുമ്പോൾ റോളിംഗ്, റാമിംഗ്, വൈബ്രേഷൻ, ഇതുപോലെ 3 മെത്തേഡ്സാണ് കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കോമ്പാക്ഷൻ്റെ ലബോറട്ടറി ടെസ്റ്റ് ചെയ്താൽ നോക്കാം. പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റാണ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ഒപ്റ്റിമൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഒരു ഗിവൺ ടൈപ്പ് ഓഫ് സോയിലിൽ മോസ്റ്റ് ഡെൻസ് ആവുകയും അവിടെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യുകയും ചെയ്യുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണെന്ന് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുന്നതാണ് പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റ്. 1933 റാൽഫ് റോസ്കോ പ്രോക്ടറാണ് ഈ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. സോയിൽ കോമ്പാക്റ്റ് ചെയ്യുന്ന ടൈമിൽ സോയിലിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി എന്നാണ് 1933 RR പ്രോക്ടർ കണ്ടുപിടിച്ചത്. മോഡിഫൈഡ് കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ കേസിൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഡിക്രീസ് വാല്യൂ ഓഫ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും കിട്ടാൻ വേണ്ടി മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഹാമറിൻ്റെ വെയ്റ്റ് ഹയർ ആയിരിക്കും, അതുപോലെ ഹൈറ്റ് ഓഫ് ഫോളും ഹൈ ആയിരിക്കും മോഡിഫൈഡ് കോമ്പാക്ഷൻ ടെസ്റ്റിൽ. പ്രോക്ടർ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഡ്രൈ ഡെൻസിറ്റി ആൻഡ് വാട്ടർ കണ്ടൻറ്റിൻ്റെ വാല്യൂസ് യൂസ് ചെയ്ത് കോമ്പാക്ഷൻ കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യും. ഇതാണ് കോമ്പാക്ഷൻ കർവ്. ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ള കോമ്പാക്ഷൻ കർവാണ് ഇത്. എക്സ് ആക്സിസിൽ വാട്ടർ കണ്ടൻറ്റും വൈ ആക്സിസിൽ ഡ്രൈ ഡെൻസിറ്റി ആയിരിക്കും കൊടുക്കുന്നത്. കർവിൻ്റെ പീക്ക് പോയിൻ്റാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് കർവിൻ്റെ പീക്ക് പോയിൻ്റ് വരുമ്പം ഇവിടെ ആയിരിക്കും. സോ കർവിൻ്റെ പീക്ക് പോയിൻറ്റിലാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കും ഇവിടുത്തെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോഴും മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന കർവാണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൻ്റെയും ഇത് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റിൻ്റെയും വാല്യൂസ് തമ്മിൽ കിട്ടുന്ന ഗ്രാഫാണ്. വാട്ടർ കണ്ടൻറ്റ് ലെസ് ദാൻ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് ആണെങ്കിൽ അവിടുത്തെ സോയിൽ സ്റ്റിഫായിരിക്കും, അതുപോലെ വോയിഡ് സ്പേസ് അവിടെ കൂടുതലായിരിക്കും, പക്ഷേ ഡ്രൈ ഡെൻസിറ്റി അവിടെ കുറവായിരിക്കും. വാട്ടർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സോയിൽ പാർട്ടിക്കിൾസ് ലൂബ്രിക്കേറ്റഡ് ആവും, ദെൻ ഗെറ്റ്സ് ക്ലോസ്ലി പാക്ഡ് ആൻഡ് ഡ്രൈ ഡെൻസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. ലൈൻ ജോയിനിങ് ദ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഈസ് നോൺ ആസ് ലൈൻ ഓഫ് ഒപ്റ്റിമം. ഇവിടെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിനെ ആയിരിക്കും ലൈൻ ഓഫ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. സോ ഇവിടെ ടോട്ടൽ എനർജി റേഷ്യോ എന്ന് പറയുന്നത് 4.56 ആയിരിക്കും.
എയർ വോയിഡ് ലൈൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0 ആകുമ്പോൾ ഉണ്ടാകുന്ന ലൈനാണ് സീറോ എയർ വോയിഡ് ലൈൻ. സീറോ എയർ വോയിഡ് ലൈൻ ലൈൻ ഓഫ് ഒപ്റ്റിമമിന് പാരലൽ ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സീറോ എയർ വോയിഡ് ലൈൻ. ഇവിടെ ലൈൻ ഓഫ് ഒപ്റ്റിമത്തിന് പാരലൽ ആയിരിക്കും സീറോ എയർ വോയിഡ് ലൈൻ. ഡ്രൈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. rho d is equal to 1 minus Na divided by 1 plus Wg into G into rho W. ഇതാണ് ഡ്രൈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഇവിടെ പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, അതായത് Na 0 ആകുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡ്രൈ ഡെൻസിറ്റി rho d is equal to G into rho W divided by 1 plus Wg ആണ്. ഫീൽഡ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം റോളിംഗ്. റോഡിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ടൈപ്പിൽ നമ്മൾ റോഡ് റോളേഴ്സ് കണ്ടിട്ടുണ്ട്. സോ അതാണ് റോളിംഗ് എന്ന് പറയുന്നത്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് റോളേഴ്സ് ലൈക്ക് സ്മൂത്ത് വീൽ അല്ലെങ്കിൽ ഡ്രം ടൈപ്പ് ആയിരിക്കും, അത് കോസാൻഡിനായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ന്യൂമാറ്റിക് ടൈപ്പ് ഉണ്ട്. ന്യൂമാറ്റിക് ടൈപ്പ് ആണെങ്കിൽ രണ്ട് ടൈപ്പ് സോയിൽ, ഏത് ടൈപ്പ് സോയിലായാലും അവിടെ യൂസ് ചെയ്യും. അതുപോലെ ഷീപ്പ് ഫുട്ട് റോളേഴ്സ്, അത് ക്ലേയി സോയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ വൈബ്രേറ്ററി റോളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഈസ് റാമിംഗ് അല്ലെങ്കിൽ ടാമ്പറിങ്. അവിടെ ടാമ്പേഴ്സ് യൂസ് ചെയ്താണ് ടാമ്പറിങ് ചെയ്യുന്നത്. ഇതൊരു ഹാൻഡ് ഓപ്പറേറ്റഡ് പ്രോസസ്സാണ്. ടാമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ അയൺ റോഡിൽ 2 to 5 കിലോഗ്രാം ഉള്ള റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ടാമ്പേഴ്സ് ലിഫ്റ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് അത് ഡ്രോപ്പ് ചെയ്യും. ഓൾമോസ്റ്റ് 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് അത് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് അവിടെ കോമ്പാക്ഷൻ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വൈബ്രേഷനാണ്. വൈബ്രേറ്ററി കോമ്പാക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്ലേറ്റ് വൈബ്രേറ്റേഴ്സ് പോലെയാണ് വൈബ്രേറ്ററി കോമ്പാക്റ്റേഴ്സും. വൈബ്രേഷൻ ഇൻഡ്യൂസ്ഡ് കോമ്പാക്ഷനാണ് അവിടെ നടക്കുന്നത്. അത് സാൻഡി സോയിലായിരിക്കും വൈബ്രേറ്ററി കോമ്പാക്റ്റേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫീൽഡ് കോമ്പാക്ഷൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീൽഡ് കോമ്പാക്ഷൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്: ഫസ്റ്റ് വൺ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റീവ് കോമ്പാക്ഷൻ. സോ അപ്പോൾ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. ഫീൽഡ് കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വാട്ടർ കണ്ടൻറ്റിനെയാണ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് ഒപ്റ്റിമം വാട്ടർ കണ്ടൻറ്റിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ അതിന് ലെസ് ദാൻ ആയിരിക്കും. ഇവിടെ കോമ്പാക്ഷൻ കർവ് കൊടുത്തിട്ടുണ്ട്. കോമ്പാക്ഷൻ കർവിൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എത്തുന്നതിന് മുന്നേ വരെയുള്ള പോർഷനെ ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈറ്റ് എന്നാണ് പറയുന്നത്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള പോർഷൻ വെറ്റ് ഓഫ് മോയ്സ്ചർ സൈറ്റ് എന്നാണ് പറയുന്നത്. കോമ്പാക്ഷൻ കൺട്രോളിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാൽസ്യം കാർബൈഡ് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്, സാൻഡ് ബാത്ത്, പ്രോക്ടർ നീഡിൽ മെത്തേഡ് ഓർ പ്ലാസ്റ്റിസിറ്റി നീഡിൽ. പ്രോക്ടർ നീഡിൽ മെത്തേഡാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ഫീൽഡ്. ഫീൽഡിൽ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പ്രോക്ടർ നീഡിൽ യൂസ് ചെയ്യുന്നത്. വേരിയബിൾ ക്രോസ് സെക്ഷൻ, അതായത് വേരിയൻ ക്രോസ് സെക്ഷൻസിലുള്ള നീഡിൽസ് അവൈലബിൾ ആണ്. നമുക്ക് അത് വെച്ച് വൈഡ് റേഞ്ച് ഓഫ് പെനിട്രേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. സോ രണ്ടാമത്തെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സ്പെസിഫിക്കേഷൻ റിലേറ്റീവ് കോമ്പാക്ഷൻ ആണ്. റിലേറ്റീവ് കോമ്പാക്ഷൻ കോസീവ് സോയിലിനും കോഷൻലെസ് സോയിലിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റിലേറ്റീവ് കോമ്പാക്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ ഇൻ നാച്ചുറൽ കണ്ടീഷൻ ടു ദ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ ഇൻ ദി ഡെൻസസ്റ്റ് സോയിൽ കണ്ടീഷൻ. റിലേറ്റീവ് കോമ്പാക്ഷൻ്റെ ഇക്വേഷൻ RC ഈസ് ഈക്വൽ ടു gamma D divided by gamma D max ആണ്. RC is equal to gamma D divided by gamma D max ആണ് റിലേറ്റീവ് കോമ്പാക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഗാമ ഡിയുടെ ഇക്വേഷൻ അറിയാം. സോ ഗാമ ഡി ഈസ് ഈക്വൽ ടു, സോ അപ്പോൾ RC ഈസ് ഈക്വൽ ടു ഗാമ ഡി ഡിവൈഡഡ് ബൈ ഗാമ ഡി മാക്സ് ആണ്. സോ RC ഈസ് ഈക്വൽ ടു ഗാമ ഡിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ G ഗാമ W divided by 1 plus E divided by G
ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ മിനിമം. ഇവിടെ ഇ മിനിമം ആയിരിക്കും. സോ അവിടെ 1 പ്ലസ് ഇ. സോ ഈ രണ്ട് ഇക്വേഷൻ ഇത് കട്ടായി പോകുമ്പോൾ ഉള്ള ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ആർ സി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഇ മിനിമം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. 1 പ്ലസ് ഇ. ഇതാണ് റിലേറ്റീവ് കോമ്പാക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ റിലേറ്റീവ് കോമ്പാക്ഷൻ ആർ സി ഇസ് ഈക്വൽ ടു 80 പ്ലസ് 0.2 ഇൻറ്റു ഐ ഡി. ഐ ഡി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻഡെക്സ് ആണ്. സോ ഇവിടെ ഡെൻസിറ്റി ഇൻഡെക്സ് ഐ ഡി ഈക്വൽ ടു 0 ആകുമ്പോൾ റിലേറ്റീവ് കോമ്പാക്ഷൻ 80 ആയിരിക്കും. ഐ ഡി ഈക്വൽ ടു 100 ആകുമ്പോൾ റിലേറ്റീവ് കോമ്പാക്ഷൻ 100 ആയിരിക്കും. അതായത് റിലേറ്റീവ് കോമ്പാക്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 80 മുതൽ 100 വരെ വേരി ചെയ്യും. സോ അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 90 to 95% ആണ്. സോ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. വാട്ടർ കണ്ടൻറ്റ്, മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ, ടൈപ്പ് ഓഫ് സോയിൽ, ഇതൊക്കെയാണ് കോമ്പാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ, എഫക്റ്റ് ഓഫ് കോമ്പാക്ഷൻ ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ എന്താണെന്ന് നോക്കാം. സോ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡിൽ വാട്ടർ കണ്ടൻറ്റ് ലോ ആയിരിക്കും. അതായത് ഇതാണ് ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡ്, ഇവിടെ വാട്ടർ കണ്ടൻറ്റ് ലോ ആയിരിക്കും. അപ്പോൾ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും പ്രിഡോമിനൻറ്റ്. സോ അവിടെ ഫ്ലോക്കുലേറ്റിംഗ് സ്ട്രക്ചർ, അതായത് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡിൽ ഉണ്ടാകുന്നത്. വാട്ടർ കണ്ടൻറ്റ് ഒപ്റ്റിമം ലെവലിൽ നിന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പാർട്ടിക്കിൾ സൈസ്, അതായത് പാർട്ടിക്കിൾ ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും അവിടെ ഓറിയൻറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ സ്ട്രക്ചറൽ പ്രോപ്പർട്ടി, സോയിലിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡിലാണെങ്കിൽ അത് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. വെറ്റ് ഓഫ് ഒപ്റ്റിമം സൈഡാണെങ്കിൽ അവിടെ ഡിസ്പേഴ്സ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡിൽ കൂടുതലായിരിക്കും, അതുപോലെ വെറ്റ് ഓഫ് ഒപ്റ്റിമം സൈഡിൽ കുറവായിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്വെല്ലിംഗ്. ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡിൽ സ്വെല്ലിംഗ് കൂടുതലായിരിക്കും. അവിടെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അവിടെ സ്വെല്ലിങ്ങും കൂടുതലായിരിക്കും. വെറ്റ് ഓഫ് ഒപ്റ്റിമം സൈഡ് ആകുമ്പോൾ അവിടെ വാട്ടർ കണ്ടൻറ്റ് കുറയും. സോ അവിടെ സ്വെല്ലിങ്ങും കുറവായിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഷ്രിങ്കേജ് ആണ്. ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറിലുള്ള സോയിൽ പാർട്ടിക്കിൾസിന് മോർ എഫിഷ്യൻ്റ്ലി പാക്ക് ആകാൻ പറ്റും. സോ വെറ്റ് ഓഫ് ഒപ്റ്റിമം സൈഡിൽ ഷ്രിങ്കേജ് കൂടുതലായിരിക്കും. പക്ഷേ ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡിൽ അതുപോലെ പറ്റില്ല. സോ അവിടെ ഷ്രിങ്കേജ് കുറവായിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി കംപ്രസിബിലിറ്റി. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിന് കംപ്രഷൻ കൂടുതൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അവിടെ കംപ്രഷൻ ലെസ് ആയിരിക്കും. പക്ഷേ ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറിന് കംപ്രഷൻ റെസിസ്റ്റൻസ് അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് വെറ്റ് ഓഫ് ഒപ്റ്റിമം സൈഡിൽ കംപ്രഷൻ കൂടുതലായിരിക്കും. റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. സോ അവിടെ കംപ്രഷൻ കൂടുതലായിരിക്കും. സോ പെർമിയബിലിറ്റിയുടെ കേസിലാണെങ്കിൽ വോയിഡ് സൈസ് ഡിപ്പെൻഡ് ചെയ്താണ് പെർമിയബിലിറ്റി ഇരിക്കുന്നത്. അപ്പോൾ ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡ് ആകുമ്പോൾ അവിടെ മോർ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. വെറ്റ് ഓഫ് ഒപ്റ്റിമം സൈഡ് ആകുമ്പോൾ അവിടെ പെർമിയബിലിറ്റി കുറവായിരിക്കും. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് കോമ്പാക്ഷന് വേണ്ടിയാണ്. സ്റ്റാൻഡേർഡ് കോമ്പാക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അത് ന്യൂമാറ്റിക് റോളേഴ്സ് വെച്ചിട്ടാണ്. അതായത് ഫീൽഡിൽ ന്യൂമാറ്റിക് റോളേഴ്സ് വെച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതുപോലെ മോഡിഫൈഡ് കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഹെവി കോമ്പാക്ഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ മോഡിഫൈഡ് കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹാമറിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും, ഹൈറ്റ് ഓഫ് ഫോൾ കൂടുതലായിരിക്കും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ അവിടെ ഷീപ്പ് ഫുട്ട് അല്ലെങ്കിൽ സ്മൂത്ത് റോളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. സോ ഈ സോയിൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് ഏതൊക്കെ സോയിൽ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. സാൻഡി സോയിൽ ആകുമ്പോൾ 6 to 10% ആയിരിക്കും സാൻഡി സോയിലിലെ മോയ്സ്ചർ കണ്ടൻറ്റ്. 8 to 12% ആണ് സാൻഡി സിൽറ്റിലെ മോയ്സ്ചർ കണ്ടൻറ്റ്. സിൽറ്റിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് 12 to 16% ആണ്. അതുപോലെ ക്ലേ സോയിലാണെങ്കിൽ അവിടെ 14 to 16% ആയിരിക്കും മോയ്സ്ചർ കണ്ടൻറ്റ്. ബ്ലാക്ക് കോട്ടൺ സോയിലാണെങ്കിൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 20 to 25% ആയിരിക്കും.